ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ വീഡിയോ ഓഫ് collegemunshi.com. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് GNM നഴ്സിംഗ് പഠിക്കാനായിട്ട് ബാംഗ്ലൂരിലും മാംഗ്ലൂരിലും ബെസ്റ്റ് കോളേജസ് ഏതൊക്കെയാണെന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് GNM നഴ്സിംഗ്, അല്ലെങ്കിൽ എന്ത് കോഴ്സാണ് അവർ പഠിപ്പിക്കുന്നത്, അതിൻ്റെ എലിജിബിലിറ്റീസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും മറക്കാതെ ഒന്ന് കാണുക. പിന്നെ ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ GNM നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, ഈ ഒരു കോഴ്സ് ഒരുപാട് സാധ്യതകളുള്ള, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോഴ്സാണ്. മാത്രമല്ല പ്രാക്ടിക്കൽ അവേഴ്സ് ഒരുപാട് ആവശ്യമുള്ള ഒരു കോഴ്സ് കൂടിയാണ് GNM നഴ്സിംഗ് എന്ന് പറയുന്നത്. +2 നിങ്ങൾ ഏത് സ്ട്രീം പഠിച്ചിരുന്നാലും ഒരു 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് GNM നഴ്സിംഗ്. നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹമുണ്ട്, എന്നാൽ BSc നഴ്സിംഗിലോട്ട് താല്പര്യമില്ല, അങ്ങനെയുള്ള കുട്ടികൾക്കും എടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് GNM നഴ്സിംഗ് എന്ന് പറയുന്നത്. GNM നഴ്സിംഗ് നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. മറ്റ് നഴ്സിംഗ് കോഴ്സുകൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ പ്രാക്ടിക്കൽ അവേഴ്സാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ആവശ്യം വരുന്നത്. ഏകദേശം 6 സബ്ജക്റ്റോളമാണ് നിങ്ങൾക്ക് സിലബസ് ആയിട്ട് ഇവിടെ പഠിക്കേണ്ടി വരുന്നത്. പക്ഷേ ഇവിടെ പ്രാക്ടിക്കൽ അവേഴ്സ് ഭയങ്കര മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കോഴ്സാണ് GNM നഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാമ്പസ് സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ആ ഒരു ക്യാമ്പസ് നിങ്ങൾക്ക് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ഇനി ക്ലിനിക്കൽ എക്സ്പോഷർ എത്രത്തോളം ഉണ്ട്, പ്രാക്ടിക്കൽ നോളജ് നിങ്ങൾക്ക് എത്രത്തോളം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ആ ക്യാമ്പസ് നിങ്ങൾക്ക് എത്രത്തോളം പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും ചെക്ക് ചെയ്യേണ്ടതാണ്. GNM നഴ്സിംഗ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് കേരളത്തിനകത്തും പുറത്തും എല്ലാം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എന്നാൽ കേരളത്തിലെ GNM നഴ്സിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സീറ്റ്സ് വളരെ ലിമിറ്റഡ് ആണ്. ഇപ്പോൾ നിങ്ങൾ 50% കൂടുതൽ മാർക്ക് വാങ്ങിയിരുന്നാലും സീറ്റ്സ് അവിടെ കുറവായതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ കോളേജസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പലപ്പോഴും കാസ്റ്റ് ബേസ്ഡ് ആയിട്ടും, ഇല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ജില്ലയിൽ മാത്രമേ നമുക്ക് പഠിക്കാനാവൂ എന്നുള്ള കുറേ കാര്യങ്ങളും റെസ്ട്രിക്ഷൻസും ഒക്കെ കേരളത്തിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ കേരളത്തിന് പുറത്ത് നിങ്ങൾക്ക് GNM പഠിക്കാനായിട്ട് സാധ്യതകളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് കർണാടകയെ പറ്റിയാണ്. കർണാടകയിൽ നമുക്ക് ബാംഗ്ലൂർ, മാംഗ്ലൂർ എന്നീ സിറ്റികളിൽ GNM നഴ്സിംഗ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. GNM നഴ്സിംഗ് പഠിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്ന ടോപ്പ് ബ്രാൻഡഡ് ആയിട്ടുള്ള ബ്രാൻഡ് വാല്യൂ ഉള്ള കർണാടകയിലെ, അതായത് ബാംഗ്ലൂരിലും മാംഗ്ലൂരിലും വരുന്ന കോളേജസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇവിടെ മെഡിക്കൽ കോളേജ് ഉണ്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഉണ്ടോ. ഇനി ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ടോപ്പ് ക്യാമ്പസുകളിലെ ഹോസ്പിറ്റലുകളുമായിട്ട് ടൈപ്പ് ഉണ്ടോ. അങ്ങനെ അത്തരത്തിലുള്ള കുറച്ച് ക്യാമ്പസുകൾ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇനി പറഞ്ഞു തരാൻ പോകുന്നത്. ബാംഗ്ലൂരിൽ മെഡിക്കൽ കോളേജ് ഉള്ള GNM നഴ്സിംഗ് പഠിക്കാൻ പറ്റിയ കുറച്ച് ക്യാമ്പസുകളാണ് സപ്തഗിരി മെഡിക്കൽ കോളേജ്, വൈദേഹി മെഡിക്കൽ കോളേജ്, MS രാമയ്യ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസ്, ഡോക്ടർ അംബേദ്കർ മെഡിക്കൽ കോളേജ്, രാജരാജേശ്വരി മെഡിക്കൽ കോളേജ്, MVJ മെഡിക്കൽ കോളേജ്, ഈസ്റ്റ് പോയിന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, ആകാശ് മെഡിക്കൽ കോളേജ്. ഇനി സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഉള്ള ക്യാമ്പസുകളാണ് RR കോളേജ് ഓഫ് നഴ്സിംഗ്, ശാന്ത ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി മറ്റ് ടോപ്പ് ക്യാമ്പസുകളുമായി ടൈപ്പ് ഉള്ള കോളേജസ് ആണ് ജസ് മദർ തെരേസ കോളേജ് ഓഫ് നഴ്സിംഗ്, കർണാടക കോളേജ്, മഞ്ജുശ്രീ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കൃപാനിധി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബാംഗ്ലൂർ പോലെ തന്നെ മാംഗ്ലൂരിലും നിങ്ങൾക്ക് ഒരുപാട് ക്യാമ്പസുകൾ അവൈലബിൾ ആണ്. അത് ഏതൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. മാംഗ്ലൂരിൽ മെഡിക്കൽ കോളേജ് ഉള്ള ക്യാമ്പസുകളാണ് AJ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് സെൻറ്റർ, ശ്രീനിവാസ് യൂണിവേഴ്സിറ്റി, എനപ്പോയ മെഡിക്കൽ കോളേജ്. ഇനി സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഉള്ള കോളേജാണ് അഥേന ഹോസ്പിറ്റൽ. ഇനി കേരളത്തിലെ GNM നഴ്സിംഗ് പഠിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളോട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 3 രീതിയിലായിട്ടാണ് കേരളത്തിലെ നഴ്സിംഗിന്, GNM നഴ്സിംഗിന് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. ഒന്നാമത്തേതാണ് DHS, അതായത് ജില്ലാ ഹോസ്പിറ്റൽസിൻ്റെ അണ്ടറിൽ വരുന്ന 15 കോളേജുകളിൽ ഏതിലെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങളുടെ അതേ ജില്ലയിൽ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കൂ. നിങ്ങൾ ഏത് ജില്ലയിലാണോ ഉള്ളത് ആ ജില്ല വിട്ട് മറ്റൊരു ജില്ലയിൽ പോയിട്ട് നിങ്ങൾക്ക് GNM നഴ്സിംഗ് പഠിക്കാൻ സാധിക്കില്ല. ഇനി മെഡിക്കൽ കോളേജിൻ്റെ അണ്ടറിൽ വരുന്ന ഏതെങ്കിലും 3 കോളേജുകളിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. 3 കോളേജുകൾ മാത്രമാണ് മെഡിക്കൽ കോളേജിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇതിൽ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. പക്ഷേ നിങ്ങൾ SC അല്ലെങ്കിൽ ST കാറ്റഗറിയിൽ പെടുന്നവരാണെങ്കിൽ മാത്രമേ ഇവിടെ സെലക്ഷൻ കിട്ടുകയുള്ളൂ. പിന്നെ വരുന്നത് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ്. അതായത് നിങ്ങൾ പേയ്മെൻറ്റ് കൊടുത്ത് അവിടെ അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യം വരും.
അഫോർഡബിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ പണം ഇവിടെ ഒരു പ്രശ്നമാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ ഫെസിലിറ്റീസോടും കൂടി കർണാടകയിൽ പഠിക്കുന്നതല്ലേ നല്ലത്? അപ്പോൾ GNM നഴ്സിംഗ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് കേരളത്തിലും കർണാടകയിലും എന്തെല്ലാം സാധ്യതകളാണുള്ളത്, അല്ലെങ്കിൽ ഏതെല്ലാം ക്യാമ്പസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ കാറ്റഗറിയിലാണ് സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ GNM നഴ്സിംഗിനെ പറ്റി നമ്മൾ ചെയ്തിട്ടുള്ള ബാക്കി വീഡിയോസ് കൂടി ഒന്ന് കാണുക. കാരണം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ GNM നഴ്സിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതാണ്. ഇതേ കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ വാട്സപ്പ് ചാനലിലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മറക്കാതെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക.